ഡ്രൈ ഡേ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക വരുമാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അത് പഠിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിലെന്താ തെറ്റ്? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അനുമോന്റെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മൊഴിയും പുറത്തു വരുന്നു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുടെ ആഭ്യന്തര ചർച്ചയിൽ നടത്തിയിരിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്ന ശബ്ദരേഖ. അപ്പോൾ ഇത് നനഞ്ഞ പടക്കമായി മാറി. കഴിഞ്ഞ തവണത്തെ ബാർക്കോഴയുടെ നിഴല് പോയിട്ട് തൊട്ടടുത്ത് വരാൻ പോലും വരാത്ത രീതിയിൽ പടക്കമായി അത് ചീറ്റിപ്പോയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് വസന്ത് തെങ്ങുംപള്ളി? അല്ല, ഡോക്ടർ അരുൺ, ചീഫ് സെക്രട്ടറി പറയുന്നത് ശരിയാണ്. സാമ്പത്തിക നില ഭദ്രതപ്പെടുത്താൻ വേണ്ടിയും അതിന്റെ ഉന്നമനത്തിനും വേണ്ടി നടത്തിയ ചർച്ചയാണ്. പക്ഷെ അത് സർക്കാരിന്റെ അല്ല, പാർട്ടി നേതാക്കന്മാരുടെയും മന്ത്രിയുടെ കുടുംബത്തിന്റെയുമാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. നോക്കൂ, ഇപ്പൊ ഹസ്കർ എന്താണ് പറയുന്നത്? ഹസ്കർ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മദ്യനയം, ആ മദ്യനയം മദ്യവർജനമാണെന്നാണ് പറയുന്നത്. നോക്കൂ, എന്തായിരുന്നു ഇവരുടെ കഴിഞ്ഞ സർക്കാർ, ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന പരസ്യവാചകം? 4 വീക്കി പരസ്യങ്ങളാണ് അവർ പുറത്തുവിട്ടത്. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത KPSC ലളിതയും ഇന്നസെന്റും അടക്കമുള്ളവർ വന്ന് പറഞ്ഞു, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ മദ്യനയം എന്താണ് എന്ന് പരസ്യം കൊടുത്ത് KPSC ലളിതയും ഇന്നസെന്റിനെയും വെച്ച് പരസ്യം ചെയ്യിപ്പിച്ച് നാട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നത്. അതായത് ഇവരുടെ മദ്യനയം ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളാണ് എന്നാണ്. ശ്രീ അരുൺകുമാർ, നോക്കൂ, ഇനി സ്കൂളുകളിൽ കൂടെ മാത്രമേ ബാർ തുറക്കാനുള്ളൂ. സർക്കാർ ഒരു തീരുമാനമെടുക്കുകയാണ്. നാളെ എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ബാർ അനുവദിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ സമ്പൂർണ്ണമാകും. ആ അവസ്ഥയല്ലേ 28 ബാറുകൾ UDF ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇന്നത് 900-ൽ പരം ബാറുകളാണ്. 2000% വർധനമാണ് ബാറുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മദ്യവർജനത്തിന് ഞങ്ങൾ വലിയ സംഭാവന നൽകിയവരാണ്. ശ്രീ ഹസ്കർ, നിങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം മദ്യവർജനം വിമുക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 110 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. 85 കോടി രൂപ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയാമോ? ഏതെങ്കിലും മദ്യപനെ പിടിച്ച് ക്ലാസ് കൊടുക്കാനോ സെമിനാർ നടത്താനോ ഒന്നുമല്ല. നിങ്ങളുടെ സർക്കാർ 85 കോടി മാറ്റിവെച്ചിരിക്കുന്നത് കൈരളിക്കും ദേശാഭിമാനിക്കും ഒക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടിയാണ്. എന്റെ ഭഗവതിയെ